കൊല്ലത്ത് നടക്കുന്ന CPM പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിൽ സെസ്സും ഫീസും അടക്കമുള്ള വിവാദ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് മുൻപ് തന്നെ പിന്തുണച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ. സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെല്ലാം എടുത്ത തീരുമാനങ്ങൾ മുമ്പേ ഫിക്സ് ചെയ്തോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ഗോവിന്ദന്റെ ഈ നിലപാടിൽ പ്രധാനമായിട്ടും സംശയം ഉയരുന്നതും. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ പിന്തുണച്ചെങ്കിൽ CPMൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പിണറായി തന്നെയായിരിക്കും. ഒരർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥത്തിലും കീഴടങ്ങിയിരിക്കുകയാണെന്നും പറയാം. വികസനത്തിന് പണം വേണമെന്നും പണമില്ലെന്ന പേരിൽ വികസനം മുടക്കാനാകില്ലെന്നും നയരേഖയിൽ പറയുന്ന പ്രത്യേക ഫീസും സെസ്സും സാധാരണക്കാരെ ബാധിക്കില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് ഗോവിന്ദൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. 4 മണിക്കൂറാണ് പ്രധാനമായിട്ടും ചർച്ച. സ്വകാര്യ നിക്ഷേപങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിനും നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയ നയരേഖയിൽ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യും. പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയിൽ MV ഗോവിന്ദന്റെ മറുപടിയും ഉണ്ടായിരിക്കുന്നതാണ്. പിണറായിയുടെ നിർദ്ദേശങ്ങൾക്കുള്ള പിന്തുണ MV ഗോവിന്ദൻ ഇന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരിക്കും ആവർത്തിക്കുക. നിരവധി തുടർ വികസന ലക്ഷ്യങ്ങളാണ് പിണറായി അവതരിപ്പിച്ച രേഖ കൂടുതലും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം പ്രാവർത്തികമാകണമെങ്കിൽ പണം വളരെയധികം ആവശ്യവുമാണ്. കേന്ദ്രമാകട്ടെ ശരിക്കും കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പണമില്ലെന്ന് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ സർക്കാരിന് ഒരിക്കലും കഴിയുകയില്ല. ഇതിനായി അധിക വിഭവ സമാഹരണം നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് സെസ്സുകളും ചുമത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്നുമുള്ള ചോദ്യം ഈ രേഖയിൽ കൂടുതലും ഉയരുന്നതും. ഈ സന്ദർഭത്തിലാണ് വരുമാനത്തിനനുസൃതമായി പ്രത്യേക ഫീസ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് സാധാരണ ജനങ്ങളെ ദോഷകരമായി ഒരിക്കലും ബാധിക്കുന്നതല്ല. നിലവിൽ തന്നെ ആരോഗ്യ മേഖലയിലും മറ്റും വരുമാനത്തിനനുസരിച്ച് സേവനങ്ങളും ഫീസ് എന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. നാടിന്റെ വികസനം യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ന്യായമായ കാര്യങ്ങളോട് അവർ അനുകൂലമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കൂടുതലും വിശ്വസിക്കുന്നത്. എന്തു തന്നെ ആയാലും കൊല്ലം സമ്മേളനം നവകേരളത്തെ പുതുവഴിയിലേക്ക് നയിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുക തന്നെ ചെയ്യുമെന്നാണ് പാർട്ടി ഉയർത്തുന്ന അവകാശവാദം.